ഇതുപോലെ കയ്യിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മയപ്പെടുത്തി കുറച്ചുകൂടെ മയപ്പെടുത്തി എടുക്കുക. അത് ചൂടാറും തോറും ഇത് ഇരുന്ന് തണുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിൽ വെച്ച് കൈ വിരലിൽ വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ വിരൽ കൊണ്ട് മാവ് മൊത്തം നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. ഈ തുണിയുടെ ഈ റൗണ്ട് ഷേപ്പിനുള്ള ഭാഗത്ത് എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മുടെ ഉരുട്ടി നല്ല രീതിയിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇത്രയും മതിയാകും. ഇതുപോലെ ആയിട്ടുണ്ട്. നിറച്ചും തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് ഇതിൽ കണ്ടോ നിറച്ചും തേങ്ങ കാണിക്കുന്നത്. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലോട്ട് ഇതിട്ട് കൊടുക്കാം. അത്താഴം സ്പെഷ്യലായ ഈ ഉരുട്ടി ഇറച്ചിക്കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.